കോഴിക്കോട് നഗരം മാലിന്യമുക്തമാക്കി വൃത്തിയായി സൂക്ഷിക്കാനാണ് കോഴിക്കോട് കോർപ്പറേഷൻ അഴക് പദ്ധതി തുടങ്ങിയത്. പദ്ധതിയുടെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റീൽ ബിന്നുകൾ വെച്ചിട്ടുണ്ട്. യാത്രക്കിടെയുള്ള ചെറിയ ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനാണ് പദ്ധതി നടപ്പാക്കിയത്. പക്ഷേ ഈ ബിന്നുകളിൽ ഇപ്പോൾ പൊതുജനം മാലിന്യം തള്ളുന്നു എന്നാണ് പരാതി. വീട്ടിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും മാലിന്യം കവറുകളിലാക്കി ഉപേക്ഷിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. നമ്മുടെ കോഴിക്കോട് അഴകിന്റെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ജനത്തിരക്കുള്ള നഗരത്തെ വൃത്തിയായി സൂക്ഷിക്കാനാണ് അഴകു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചത്. അതായത് നമ്മൾ നടന്നു പോകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ജൈവമായതോ അജൈവമായതോ ആയ മാലിന്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്നുപെടാറുണ്ട്. അവ നിക്ഷേപിക്കാനാണ് ആ സ്റ്റീൽ ബിന്നുകൾ സ്ഥാപിച്ചത്. എന്നാൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കോഴിക്കോട് കോർപ്പറേഷന്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും ഒരു വിഭാഗം പൊതുജനങ്ങൾ പദ്ധതി തന്നെ അട്ടിമറിക്കും വിധമാണ് നിലവിലെ സംഭവ വികാസങ്ങൾ. വീട്ടിലെയും ഫ്ളാറ്റുകളിലെയും മാലിന്യം ഇതിൽ നിക്ഷേപിക്കുന്നു. തീരദേശ മേഖലയിൽ പലയിടത്തും മത്സ്യ വേസ്റ്റ് ഉൾപ്പെടെ ബിന്നിൽ നിന്നും കണ്ടെത്തുന്നുണ്ട്. നിലവിൽ നമ്മൾ ട്വിൻ ബിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിറ്റർ ഫ്രീ ആക്കാൻ, സിറ്റിയെ ലിറ്റർ ഫ്രീ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് വഴിയരികിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ സമയത്ത് കയ്യിലുള്ള കടലാസുകളോ മറ്റു മാലിന്യങ്ങളൊക്കെ റോഡിൽ ഉപേക്ഷിച്ചും നിലത്ത് വലിച്ചെറിഞ്ഞ് പോകുന്നത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ ട്വിൻ ബിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബിന്നുകളിൽ പലപ്പോഴും കിട്ടുന്നത് സാനിറ്ററി വേസ്റ്റുകളും വീടുകളിലുള്ള മറ്റ് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം, ആളുകളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഒരു ബിഹേവിയറൽ ചേഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത്. നിലവിൽ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യം ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്നിട്ടും പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബിന്നുകളിൽ മാലിന്യം തള്ളുന്നതാണ് തലവേദനയാകുന്നത്. വീടുകളിലെ മാലിന്യം ശേഖരിക്കാൻ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ കൃത്യമായിട്ട് വീടുകളിൽ വിസിറ്റ് ചെയ്ത് ജൈവ മാലിന്യം എടുക്കുന്നുണ്ട്. അജൈവ മാലിന്യം എടുക്കുന്നതിനും വേറെ ടീമുണ്ട്. നമുക്ക് ഷോപ്പുകളിൽ നടക്കം മാലിന്യം സ്വീകരിക്കുന്നതിനുള്ള ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് ആളുകൾക്ക് ആ പെരുമാറ്റത്തിൽ ആ മാറ്റം ഉണ്ടാവും. അതിനോട് സഹകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക. സാഹിത്യ നഗരമായ കോഴിക്കോടിന്റെ പ്രൗഢി കാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു മിഠായി കടലാസോ അല്ലെങ്കിൽ ഒരു കാലിക്കുപ്പിയോ ഉപേക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ. അഴകുള്ള കോഴിക്കോടിന്റെ ശോഭ കെടുത്തരുതെന്നാണ് ഓരോരുത്തരോടും പറയുവാനുള്ളത്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഒരു നഗരത്തെ മനോഹരമായി മാലിന്യമുക്തമാക്കി സൂക്ഷിക്കുക അവിടുത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാൻ സഹായിക്കുകയും വേണം. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ശേഖരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ശരിയല്ല. പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഇവിടെ അഴക് കോഴിക്കോടെന്നാണ് പറയുന്നത്, പക്ഷേ ഇപ്പോൾ അഴുക്ക് കോഴിക്കോടായി മാറി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബയോ വേസ്റ്റൊക്കെ ഫോം ചെയ്യുന്ന സാധനങ്ങളിനകത്ത് വീട്ടിലെ പിള്ളേരെ വേസ്റ്റുകളും ബാക്കി സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും സാംസ്കാരികമായ സിറ്റിയാണ്. അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ല, വളരെ മോശം തന്നെ. വീട്ടിലുള്ളതൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല, അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. ഞാൻ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് കോർപ്പറേഷനാണ്, കോഴിക്കോട് കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷന് മുന്നിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം നമ്മൾ കോർപ്പറേഷൻ സ്ഥാപിച്ച വേസ്റ്റ് ബിന്നിൽ പോലും ആൾക്കാർ ഉപയോഗപ്പെടുത്താതെ നമ്മളെ ഫുഡ് വേസ്റ്റുകൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുകയാണ്. അവർക്ക് വീടുകളിലൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഇതിൽ കൊണ്ടിടുന്നത് വളരെ മോശം.